ഹായ് നമസ്കാരം. അപ്പോൾ ഓൾ ബ്രൈറ്റ് ആണ് കൂടെ ഉള്ളത്. നമ്മളെ പ്രശസ്ത ഡയറക്ടർ വിനീത് VS. അതെ. അപ്പം ഞങ്ങൾ ഇന്ന് വന്നത് വേറൊന്നുമല്ല, കഴിഞ്ഞ വർഷം വലിയൊരു വിവാദം ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു, അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി വെബ് സീരീസ് ഫസ്റ്റ് എപ്പിസോഡ്. അപ്പം അത് ഇറങ്ങിയിട്ട് ഇന്നലെ ഒരു വർഷമായി. ഇന്നലെ കേക്കൊക്കെ മുറിച്ചു. അപ്പം നമ്മളെ മാപ്സ്റ്റിക് മീഡിയ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഇന്നാണ് കേക്ക് മുറിക്കുന്നത്. അപ്പം മെയിനായിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസറിനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരി വേറൊരു സംഭവം സിനിമ സംവിധാനം ചെയ്യാൻ പോകണം, അതിൻ്റെ തിരക്കിലാണ്. പിന്നെ നായകനും വില്ലനുമായിട്ട് അഭിനയിച്ച അഭിലാഷാട്ടായ മലൻ ജോസ് പെരേര ഗൾഫിലൊരു പരിപാടിയുണ്ട്, അതുകൊണ്ട് അവർ ബാംഗ്ലൂർ പോയേക്കുവാന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഉള്ളത് മായ ചേച്ചിയാണ്. മായ ചേച്ചി ഒരു തമിഴിലൊരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിലവിൽ തിരക്കില്ലാത്ത ഞങ്ങൾ രണ്ടുപേരുള്ളൂ, ഒരു പണിയില്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പം അന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അത്യാവശ്യം എന്നെ ആൾക്കാർ അറിഞ്ഞൊരു സബ്ജക്റ്റ് ആയിരുന്നു അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി. അപ്പം അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ക്യാമറ ചെയ്ത അനുവേട്ടനായിരുന്നു, BGM MD രഘുനാഥ്, ഞങ്ങളെ രഘുമാമൻ, പിന്നെ പ്രസാട്ടൻ്റെ അവിടെയാണ് ഡബ് ചെയ്ത്, മിക്സിംഗ് ഒക്കെ അവിടെ തന്നെയാണ് ചെയ്തത്. അപ്പം അത് വലിയൊരു സംഭവമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ ഇവരെ എല്ലാം ഉൾപ്പെടുത്തി ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം വിഷ്ണു കൊച്ചിക്കാരൻ പൈനാപ്പിളണ്ണൻ, അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം വന്നിട്ടില്ല ഇതുവരെ. അപ്പം ആറാട്ടണനും തിരക്കുകളായതുകൊണ്ട് ആറാട്ടണനും വന്നില്ല. ആറാട്ടണൻ പുതിയൊരു സിനിമയുടെ ചർച്ചാവേളയിലായതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ചെറിയ രീതിയിൽ ഇതേ കേക്ക് ഒന്ന് കാണിച്ചു തരും, പാവപ്പെട്ടവൻ്റെ ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ, പ്ലം കേക്ക്, ഞങ്ങൾ സന്തോഷത്തിന് ചെറിയൊരു കേക്കൊക്കെ മേടിച്ചു. അപ്പം നമുക്കിത് മുറിക്കാം അല്ലേ? പറഞ്ഞോ. അപ്പോൾ അതായത് ഇപ്പം ഇവൻ പറഞ്ഞ് ഇപ്പോൾ ഭയങ്കര തിരക്കുള്ള നടന്മാരാണ് ഇവൻ്റെ കൂടെ അലിയേട്ടൻ്റെ പെണ്ണ് ആൻസിയിൽ അഭിനയിച്ചത്. ഞാൻ റിയേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയയ്ക്കൊരു പേടി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയയ്ക്ക് പേടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവരെന്തെങ്കിലും പാര വയ്ക്കുമെന്ന്. ഇതിലെ മെയിൻ നായകൻ ഉണ്ടല്ലോ, സൂപ്പർ സ്റ്റാർ. അപ്പോൾ ആ ഒരു പേടിയിലാണ് റിയ വരാത്തതെന്ന് പറഞ്ഞത്. അതുപോട്ടെ, പിന്നെ ഈ സൂപ്പർ സ്റ്റാറുകൾ എന്നൊക്കെ പറയുന്ന ഇവരൊക്കെ സൂപ്പർ സ്റ്റാറായിട്ട് കാണുന്നത് വെറുതെ ജനങ്ങൾ വെറുതെ കോമാളിയായിട്ട് കാണുള്ളൂ. ഇപ്പോൾ ബ്രൈറ്റ് 2-3 പ്രാവശ്യം വിളിച്ചാണ്. അപ്പോൾ ഇവർക്കൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബ്രൈറ്റാണ് അത്യാവശ്യം ഇവരൊക്കെ ഷോർട്ട് ഫിലിം ബേസ് കൊണ്ടുവന്നത്. ഇതിലാകെ നമുക്ക് നന്ദിയുള്ളത് ആറാട്ടനോട് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു വെച്ചാൽ ആ പുള്ളിയാണ് നമുക്ക് അത്യാവശ്യം പ്രോത്സാഹനം നമ്മുടെ കൂടെ നിർത്തി നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് അണ്ണന് വേണ്ടി ഇനി അങ്ങോട്ടുള്ള ചില പ്രോജക്റ്റുകളൊക്കെ നല്ല അടിപൊളി പ്രോജക്റ്റുകളായിരിക്കും. പിന്നെ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ ഭാവിയിൽ പണി കിട്ടിക്കോളും, അത് നമ്മൾ നോക്കല്ല. അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് വിഷയമില്ല, ഞാനിത് പറയാനുള്ളത് പറയും. ഒരു വേദി കിട്ടിയപ്പോൾ പറയണമല്ലോ അല്ലേ? അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഈ ചെറിയ കേക്ക് മുറി അലിയേട്ടൻ്റെ പെണ്ണ് ആൻസിയുടെ 1-ാം വർഷം ഏകദേശം 2.5 ലക്ഷം വ്യൂസ് ആവാറായി. അത് അതെ. ഈ ഡയറക്ടർക്ക് സിനിമ സംവിധാനം ചെയ്ത് കൊടുക്കണ ആരാ? ഏതാ ഇപ്പൊ നീ പറഞ്ഞ ഈ ലേഡി ഡയറക്ടർക്ക്? അതെനിക്കറിയത്തില്ല. അത് അവര് കാശുകാരല്ല, കോടീശ്വരന്മാരെ വെച്ചിട്ട് അസോസിയേറ്റ് വെച്ചിട്ടായിരിക്കും. അതെ, ചെയ്യും അവര് ചെയ്യട്ടെ, നല്ല കാര്യം. എല്ലാവരും ഉയർന്നു വരട്ടെ. നമുക്ക് അതൊന്നും ഇനി ചർച്ച ചെയ്യണ്ടല്ലോ. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യാൻ സത്യം പറഞ്ഞ മറ്റേ കത്തിയൊന്നും ഇല്ല. അപ്പൊ വിനീതേട്ടൻ എനിക്കൊരു സംഭവം കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എടുക്ക്. ഇതാണ് കത്തി. ഇത് ആളെ കൊല്ലുന്ന സാധനമാണല്ലോ. ഇത് ആളെ കൊല്ലുന്നല്ല, വേണ്ടി വന്നാൽ ഇത് ഫേമസ് കത്തിയാ, കുറെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച സാധനം അല്ലെ? ഇതും അഭിനയിക്കുന്ന കത്തിയാണ്. ഇതും ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പം നമ്മളിത് പോളിഷ് പക്ക സാധനമാണ്, ക്ലീൻ ആണ്. നമുക്ക് മുറിക്കാം. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് മുറിക്കാം. ഒരുമിച്ച് മുറിക്കാം. ഈ മുറിക്കുന്ന അപ്പൊ എന്നെ ഈ എറണാകുളത്ത് വന്നിട്ട് ഫസ്റ്റ് പെരേരയുടെ കൂടെ അഭിനയിപ്പിക്കുന്ന വിനീതേട്ടനും കുറെ സബ്ജക്ട്, വിനീതേട്ടന്റെ വർക്കിലൂടെയാണ് ഞാൻ വൈറലാവുന്നത്. അപ്പം ആദ്യം ഗുരുനാഥന് തന്നെ കൊടുക്കാം. അപ്പം ബാക്കി മാപ്സ്റ്റിക് മീഡിയ അവര് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ഞങ്ങളെ കൂടെ അവരും ഉണ്ടാവും. ഞങ്ങളെ 1 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രയാണ് മാപ്സ്റ്റിക്കിൻ്റെ കൂടെ. അപ്പം ഇനിയുള്ള ഞങ്ങളെല്ലാ കാര്യങ്ങളിലും അവർ മുമ്പോട്ടുണ്ടാവും. അപ്പം പ്രേക്ഷകരെ ഇനിയുള്ള ഞങ്ങളെ വർക്കുകൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.